എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 2021 നമ്മൾ കടക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് 1000 നന്ദി കരയറ്റുന്നു. പുതിയ വർഷം എല്ലാ നന്മകളാലും ദൈവം എല്ലാവരെയും വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇന്നത്തെ വീഡിയോ ബുദ്ധിമുട്ട് ഉള്ള കുഞ്ഞുങ്ങൾക്ക്, കെമിസ്ട്രി പഠിക്കാൻ പ്രയാസമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ വീഡിയോ ചെയ്യാം എന്ന് മാത്രം വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. കെമിസ്ട്രി അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പറ്റുമോ? നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു ഓക്സിജൻ, നമ്മൾ ഫുഡ് കഴിക്കുന്നു കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, വിറ്റമിൻസ്, ഇതെല്ലാം കെമിക്കൽ കമ്പോണൻറ്റ്. ഇപ്പം കെമിസ്ട്രി ഇല്ലാതെ നമ്മൾക്ക് ജീവിക്കാനായിട്ട് സാധ്യമല്ല. തൊടുന്നതെല്ലാം ഈ പ്ലാസ്റ്റിക് തൊട്ടു, സ്റ്റീലെ തൊട്ടു, അയനെ തൊട്ടു, ഇതെല്ലാം കെമിക്കൽ കമ്പോണൻറ്റ്. അപ്പം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് എല്ലാം ദറ്റ് ഈസ് ബേസ്ഡ് ഓൺ കെമിസ്ട്രി. ഈ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. ദറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ്, and their transformation. That deals with the study of atoms, molecules and their transformation. ഒരു ബിൽഡിംഗ് പണിയുന്നെങ്കിൽ ഒരു ബേസിക് ഒരു കട്ട് വേണം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു മോളിക്യൂള് ഫോം ചെയ്യണമെങ്കിൽ ആറ്റത്തിൽ നിന്ന് തുടങ്ങുന്ന ബേസിക് ആയിട്ട് നമുക്ക് ഉള്ളതാണ് ആറ്റം. ഇനി ആറ്റത്തിൽ എന്തൊക്കെയുണ്ട്, what all things are present in atom, or which are the fundamental particle present in an atom? എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതാണ്. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ വരച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ ആറ്റത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നടുക്ക് സെൻറ്ററിൽ ഒരു പോസിറ്റീവ് സെൻറ്റർ ഉണ്ട്. ആ പോസിറ്റീവ് സെൻറ്ററിൻ്റെ പേര് പറഞ്ഞേ ന്യൂക്ലിയസ് എന്നാണ് അതിൻ്റെ പേര്. ഇത് പോസിറ്റീവ് സെൻറ്റർ ആണ്, അതിൻ്റെ പേര് ന്യൂക്ലിയസ്. അതിൻ്റെ പേര് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൽ എന്തൊക്കെ പാർട്ടിക്കിളാണ് കാണപ്പെടുന്നത്? ഈ ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന പാർട്ടിക്കിള് പ്രോട്ടോണും ന്യൂട്രോണും. Proton and neutron, they are present inside the nucleus, and the electrons, they are found outside the nucleus. Electrons, they are found outside the nucleus. So the fundamental particle present in an atom is electron, proton and neutron. The fundamental particle present in an atom is electron, proton and neutron. Electrons, they are found outside the nucleus, and proton and neutron, they are present inside the nucleus. ന്യൂക്ലിയസിനുള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. ന്യൂക്ലിയസിന് പുറത്ത് ഇലക്ട്രോണും കാണപ്പെടുന്നു. ആറ്റം കമ്പൈൻ ചെയ്താണ് മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഒരാറ്റത്തിൽ എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞത്. ആറ്റത്തിൽ ഒരു സെൻറ്ററിൽ പോസിറ്റീവ് ചാർജ് സെൻറ്ററാണ്. അതിൽ കാണപ്പെടുന്നത് പ്രോട്ടോണും ന്യൂട്രോണും. ഇലക്ട്രോൺ ദേ ഫൗണ്ട് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ആൻഡ് ദ ചാർജ് ഓഫ് ഇലക്ട്രോണിൻ്റെ ചാർജ് നോക്കാം. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജ്. ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല, ന്യൂട്രോണിന് ചാർജ് ഇല്ല. So the charge of electron, that is negative, and the charge of proton positive,
and neutron, they have no charge. So, coming to an atom, the fundamental particle present in an atom, the fundamental particles present in an atom, electron, proton and neutron. So, which are the fundamental particles present in an atom? Electron, proton and neutron. Give the charge of electron, negative charge, and proton, positive charge. Then coming to hydrogen atom, hydrogen symbol എങ്ങനെ എഴുതും? ഹൈഡ്രജന്റെ സിമ്പിൾ H എന്ന് എഴുതും. ഹൈഡ്രജന്റെ സിമ്പിൾ H. ഇനി ഹൈഡ്രജന് ഇലക്ട്രോൺ, ഒറ്റ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഫോർ ഹൈഡ്രജൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. And number of proton for hydrogen that is equal to 1, and number of neutron that is equal to 0. Hydrogen, the symbol H, the number of electron that is 1, number of proton 1, and there is no neutron in the nucleus. അപ്പോൾ ഇപ്പം ഞാൻ വരച്ചേക്കുന്ന ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇനി ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒരു പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ അവിടെ ഇല്ലതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ വരച്ചേക്കുന്നത് നമ്മുടെ ഹൈഡ്രജൻ്റെ സ്ട്രക്ചറാണ് ഇപ്പോൾ വരച്ചിട്ടേക്കുന്നത്. ദെൻ നമ്മൾ ഈ ഹൈഡ്രജൻ എങ്ങനെയൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. സിമ്പിൾ ആദ്യം എഴുതുന്നു. ദെൻ അറ്റോമിക് നമ്പർ ഓർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, പഠിച്ചിട്ടുള്ളതാണ്. അറ്റോമിക് നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. അറ്റോമിക് നമ്പർ എന്നാൽ എന്താന്ന് പറഞ്ഞു? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ that's equal to number of proton. Number of electron that's equal to number of proton. എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത്രയും തന്നെ പ്രോട്ടോൺ കാണും. ഏതൊരു ആറ്റത്തിലും എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത്രയും തന്നെ പ്രോട്ടോൺ കാണും. സോ വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഫോർ ഹൈഡ്രജൻ? ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ? സോ അറ്റോമിക് നമ്പർ ഈസ് 1 ഫോർ ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1. എന്താ കാര്യം? അതിന് ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ, ഒരൊറ്റ പ്രോട്ടോണേ ഉള്ളൂ. സോ ദ അറ്റോമിക് നമ്പർ ഫോർ ഹൈഡ്രജൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നമ്മൾ എഴുതുന്നത് ഹൈഡ്രജൻ H സിമ്പിൾ എഴുതി അതിൻ്റെ താഴെ അതിൻ്റെ അറ്റോമിക് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യും. മനസ്സിലായോ? അറ്റോമിക് നമ്പർ ഹൈഡ്രജൻ സിമ്പിൾ എഴുതിയിട്ട് അതിൻ്റെ താഴെ എഴുതുന്നു. ദെൻ കമ്മിങ് ടു മാസ് നമ്പർ. Mass number that is equal to the number of electron, number of proton that is equal to the number of proton plus number of neutron. Mass number that is equal to number of proton plus number of neutron. Otherwise, what all things are present inside the nucleus? Inside the nucleus you can find proton and neutron. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനുള്ളിലാണ്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടും? മാസ് നമ്പർ കിട്ടും. സോ മാസ് നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് പറഞ്ഞു? നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. അപ്പം മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു മാസ്സാണ് അല്ലേ? അപ്പം എല്ലാവർക്കും ഒരു വെയിറ്റ് ഉണ്ട്, ഒരു മാസ് ഉണ്ട്. ഓരോ ഹ്യൂമൻ ബീയിങ് എടുത്താൽ മാസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്. അപ്പം ഈ ആറ്റത്തിനും അതുപോലെ മാസ് ഉണ്ട്. അത് വേറെ രീതിയിൽ പറയുന്നത് ഇത് മാസ് നമ്പർ എന്നാണ് പറഞ്ഞത്. ദറ്റ് മാസ് നമ്പർ ഇലക്ട്രോണിലോട്ട് നമ്മൾ നോക്കുന്നില്ല. മാസ് നമ്പർ പറയുമ്പം
We are not looking at electron because the mass of electron, that is very negligible. Mass of electron, that is equal to 9.1 into 10 raised to minus 31 kilogram. 10 raised to minus 31 kilogram എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വളരെ നെഗ്ലിജിബിൾ ആണ്. ഇന്ത്യയിൽ ഒരു പേന ഇരിക്കുന്നു, എൻ്റെ പേനയുടെ മാസ് വളരെ നെഗ്ലിജിബിൾ. അപ്പം ഞാനൊരു പേന പിടിച്ച് വേ ചെയ്യുന്നതും എൻ്റെ വെയിറ്റ് എടുക്കുന്നതും ഒരുപോലെ. ഞാൻ വെയിറ്റ് എടുക്കുന്നു, ആ വെയിറ്റും അപ്പോൾ പേന പിടിച്ചുകൊണ്ട് വെയിറ്റ് എടുത്താലും ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, ഈ പേനയുടെ വെയിറ്റ് നെഗ്ലിജിബിളാണ്. എൻ്റെ പേനയുടെ വെയിറ്റ് അത് മാറുന്നില്ല, പേന പിടിച്ചാലും അത് വളരെ നെഗ്ലിജിബിളാണ്. അതുപോലെ ഇലക്ട്രോണിൻ്റെ മാസ് നെഗ്ലിജിബിൾ. അതുകൊണ്ട് മാസ് നമ്പർ എഴുതുമ്പോൾ നമ്മൾ ഇലക്ട്രോൺ എവിടെ കൂട്ടുന്നില്ല, എത്ര പ്രോട്ടോൺ ഉണ്ട് ന്യൂട്രോൺ ഉണ്ടെന്നേ നമ്മളിവിടെ കൗണ്ട് ചെയ്യത്തുള്ളൂ. മാസ് നമ്പർ ഒരു ഹോൾ നമ്പർ ആയിരിക്കും. എന്നാൽ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ മാസ് നമ്പറും ഏകദേശം ഒരുപോലെ ആയിരിക്കും, പക്ഷേ മാസ് നമ്പർ ഹോൾ നമ്പർ ആയിരിക്കും. അറ്റോമിക് മാസ് അത് ഹോൾ നമ്പർ ആകണമെന്നില്ല. സോ കമ്മിങ് ടു അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. എന്ത് മനസ്സിലായി? അറ്റോമിക് നമ്പർ ദറ്റ് ഇസ് ഈക്വൽ ടു എങ്ങോട്ട് നോക്കണം? എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ എത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് നോക്കണം. ഒന്നുകൂടെ പറയാം, അറ്റോമിക് നമ്പർ നോക്കണേ എന്തോ ചെയ്യണം? എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് നോക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? അറ്റോമിക് നമ്പർ കിട്ടും. സോ അറ്റോമിക് നമ്പർ ഫോർ ഹൈഡ്രജൻ ദറ്റ് ഇസ് ഈക്വൽ ടു 1. കാരണം എന്താ? ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 ഇലക്ട്രോൺ. Then can you say the mass number for hydrogen? Mass number for hydrogen. Number of proton എത്ര ഉണ്ട് അതിന്? 1. ന്യൂട്രോൺ എത്ര ഉണ്ട്? 0. അപ്പോൾ എത്ര ആയിരിക്കും ഹൈഡ്രജന്റെ മാസ് നമ്പർ? 1. 1 plus 0 that is equal to 1. 1 plus 0 that is equal to 1. So we can represent hydrogen by writing symbol H, atomic number at the bottom and mass number at the top. So what all things are present? Which are the fundamental particles which are present in an atom? പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോൺ. ഒരിക്കലും ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ഇത് മറന്നു പോലെ എന്തൊക്കെയുണ്ട് അതിൽ പാർട്ടിക്കിൾ. നമ്മൾ ബേസാണ് തുടങ്ങുന്നത്. ഒരു ആറ്റം എന്തുകൊണ്ട്, പിന്നെ എങ്ങനെ മോളിക്യൂൾ ആകാം, പിന്നെ അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ടുള്ള പഠനങ്ങൾ പോകുന്നത്. ഇതുകൊണ്ട് ആറ്റത്തിലോട്ട് തുടങ്ങി. അപ്പോൾ ആറ്റം എന്ന് പറഞ്ഞാൽ ഈ 3 പാർട്ടിക്കിൾ ഉണ്ടെന്ന് ഓർത്തോണം. ന്യൂട്രോണിക് ചാർജ് ഒന്നും ഇല്ല എന്ന് ഓർത്തോണം. പിന്നെ പറഞ്ഞേ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ. മാസ് നമ്പർ ന്യൂക്ലിയസിന് അകത്ത് നോക്കണം, നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. അത്രയും കാര്യം മാത്രമേ ഇപ്പം പറഞ്ഞുള്ളൂ. അപ്പം നമുക്ക് അറ്റോമിക് നമ്പർ 1 ഉള്ളത് ഹൈഡ്രജനാണ് ഇപ്പോൾ എഴുതിയത്. ദെൻ കമ്മിങ് ടു അറ്റോമിക് നമ്പർ 2 ഉള്ളത്. അറ്റോമിക് നമ്പർ 2 ഹീലിയമാണ്. പീരിയോഡിക് ടേബിൾ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എലിമെന്റ്സ് ഫ്രം അറ്റോമിക് നമ്പർ 1 to 10 അല്ലെ 1 to 11 ഒരു ദിവസം ഒരു 1 to 10 ഉള്ള അറ്റോമിക് നമ്പർ ഉള്ള എലിമെന്റ്സിൻ്റെ പേരെന്തൊക്കെ, അതെൻ്റെ സിമ്പിൾ എന്തൊക്കെ. അറ്റോമിക് നമ്പർ 1 ഉള്ളത് ഹൈഡ്രജൻ ആണ്. ദെൻ കമ്മിങ് ടു ഹീലിയം. ഇപ്പം എല്ലാം എഴുതുന്നില്ല. ഹീലിയത്തിൻ്റെ സിമ്പിൾ He എന്നാണ്. He2 എന്നാണ് എഴുതുന്നത്. ഹീലിയം നോബൽ ഗ്യാസിനകത്ത് വരുന്ന 18ാമത്തെ ഗ്രൂപ്പിൽ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സിനോൺ എന്ന് വരും. അത് അറ്റോമിക് നമ്പർ 2. ഇപ്പം അറ്റോമിക് നമ്പർ 1 ഉള്ളത് ഹൈഡ്രജൻ ആയിരുന്നു. അറ്റോമിക് നമ്പർ 2 ഉള്ളത് പറഞ്ഞു ഹീലിയം. ദെൻ കംസ് ലിത്തിയം. ഹീലിയം നോബൽ ഗ്യാസ് ആണ്. നോബൽ ഗ്യാസ് പീരിയോഡിക് ടേബിൾ എഴുതിയേക്കുന്നത് ഏറ്റവും 18ാമത്തെ ഗ്രൂപ്പിലാണ്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സിനോൺ, റെഡോൺ എന്നും പറഞ്ഞ് അത് 18ാമത്തെ ഗ്രൂപ്പിലാണ്. നോബൽ ഗ്യാസ് എന്നും പറഞ്ഞ് എഴുതിയേക്കുന്നതാണ്. ഈ ഹീലിയം തൊട്ട് താഴോട്ട് വരുന്നത്. പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഇനി പതുക്കെ പഠിക്കുമ്പോൾ പഠിച്ചു കാണും കുറച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഈ വർഷം പഠിക്കാം. ഹീലിയം. അത് കഴിഞ്ഞ് ഹൈഡ്രജൻ എന്നാൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനമില്ല, അതൊരു മെറ്റലും നോൺ മെറ്റലും ഒന്നും അല്ലാത്തതുകൊണ്ട്. ദെൻ കംസ് ലിത്തിയം. Li എന്ന് എഴുതും, ലിത്തിയം. അറ്റോമിക് നമ്പർ 3 ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2.
കേൾക്കുന്നവർ ബാക്കിയുള്ളതും കൂടെ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചതായതുകൊണ്ട് ബാക്കിയുള്ളതും കൂടെ നിങ്ങൾക്ക് പറയാതിരിക്കും. ഹീലിയം അറ്റോമിക് നമ്പർ 2, ലിഥിയം അറ്റോമിക് നമ്പർ 3. ലിഥിയം ഏത് ഗ്രൂപ്പിലാണെന്നൊന്നും പഠിച്ചു കാണത്തില്ല, അത് ഫസ്റ്റ് ഒന്നാമത്തെ ഗ്രൂപ്പിലാണ്. പീരിയോഡിക് ടേബിൾ നിങ്ങളുടെ ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ നിങ്ങളൊരു ടേബിളുണ്ട്, ആ ടേബിളിൽ നിങ്ങൾ നോക്കണം. ഇങ്ങനെ ഹൊറിസോണ്ടൽ കോളം വെർട്ടിക്കൽ കോളം ഉണ്ട്. അതിൽ അറ്റോമിക് നമ്പർ 1 തൊട്ട് 10 വരെയുള്ള എലിമെന്റ്സ് ഇന്നൊരു 10 പ്രാവശ്യം ഇത് കഴിഞ്ഞൊന്ന് എഴുതാമെന്ന് നോക്കണം. അറ്റോമിക് നമ്പർ എന്താണെന്ന് പറഞ്ഞു. അറ്റോമിക് നമ്പർ 1 തൊട്ട് അറ്റോമിക് നമ്പർ 10 വരെ. അപ്പം ഞാനിപ്പോൾ അറ്റോമിക് നമ്പർ 2 എഴുതി, പിന്നെ ഉള്ള 3 എഴുതിയേ അത് ആൽക്കലി മെറ്റൽസിൻ്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അങ്ങനെ ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് ഈ ലിഥിയം. അത് താഴോട്ടുണ്ട്, അറ്റോമിക് നമ്പർ കൂടി വരുന്നത്. അതെല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞ് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഇപ്പം തൽക്കാലം അറ്റോമിക് നമ്പർ 3 വരെ എഴുതി. ഇനി അറ്റോമിക് നമ്പർ 4 ബെറിലിയം സെക്കൻഡ് ഗ്രൂപ്പിലോട്ട് വരുന്നു. ഇത് ഒന്നാമത്തെ ഗ്രൂപ്പാണ് കേട്ടോ, ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയും. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഇങ്ങനെ താഴോട്ട് കുറേ എലിമെന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എല്ലാം ഒന്നും പറയുന്നില്ല കേട്ടോ, എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാം. രണ്ടാമത്തെ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്ന ബെറിലിയം തൊട്ട് താഴോട്ട് വരുന്നതാണ്. ബെറിലിയം തൊട്ട് താഴോട്ട് ബെറിലിയം, മഗ്നീഷ്യം എന്ന് പറഞ്ഞ് വരുന്ന അറ്റോമിക് നമ്പർ 4. പിന്നെ ഇടയ്ക്ക് ട്രാൻസിഷൻ എലിമെന്റ് എല്ലാം കൂടി ഇപ്പം പറയുന്നില്ല. തൽക്കാലം അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്താന്ന് പറഞ്ഞു. അത് 2-3 എക്സാമ്പിൾ ഞാനിപ്പം എഴുതിയിട്ടുള്ളൂ. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. പിന്നെ പറഞ്ഞു ഹീലിയം, പറഞ്ഞു ലിഥിയം, ബെറിലിയം. പിന്നെ അങ്ങോട്ട് പോയിട്ട് ഇവിടെ വരും സോഡിയം, ലിഥിയം, സോഡിയം. 11 ഇലക്ട്രോൺ ഉള്ളത് ആ സോഡിയം. 11 ഇലക്ട്രോൺ ഉള്ളതാണ് സോഡിയം. 10 വരെ നിങ്ങളോട് ചോദിച്ചാൽ എന്താന്ന് ഞാൻ 11ാമത്തെ എഴുതി, സോഡിയം. ഇനി നമുക്ക് മാസ് നമ്പർ തന്നിട്ടുണ്ട്. നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ പറ്റുമോ? സോഡിയത്തിന് എന്നെ എന്ന് എഴുതി, സിമ്പിൾ എന്നെ അറിയുമോ എന്ന് എനിക്കറിയില്ല. സോഡിയത്തിന്റെ സിമ്പിൾ എന്നെ എന്നറിയാമോ? സോഡിയത്തിന്റെ സിമ്പിൾ എഴുതുന്നത് എന്നെ എന്ന് എഴുതും. അപ്പൊ അത് എന്നെ എന്ന് എഴുതി കഴിഞ്ഞാൽ സോഡിയം എന്ന് പറയും. അറ്റോമിക് നമ്പർ 11 രണ്ടിങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതെങ്ങനെ വായിക്കും? സോഡിയത്തിന്റെ എന്നെ എന്ന് എഴുതിയ സോഡിയമാണ്. താഴെ 11 എഴുതി കഴിഞ്ഞാൽ എന്തായി? 11 അറ്റോമിക് നമ്പർ ഒന്ന് വായിക്കണം. 23 മേളിൽ എഴുതി, ആ 23 അപ്പം എന്താ? മാസ് നമ്പർ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് അറ്റോമിക് നമ്പർ ആണെന്ന് ഉടനെ ഓർത്തോണം. ഇത് അറ്റോമിക് നമ്പർ ആണെന്ന് ഓർത്തോണം. താഴെ എഴുതിയിരിക്കുന്നത്, മേളിൽ എഴുതിയിരിക്കുന്നത് എന്തായിരിക്കും? മാസ് നമ്പർ. ഇത് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ ഇന്ന് പറയുന്നത്. അപ്പൊ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ എന്റെ ചോദ്യം അതല്ല, ഈ സോഡിയത്തില് എത്ര ഇലക്ട്രോൺ ഉണ്ട്, എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ന്യൂട്രോൺ ഉണ്ട്? എന്റെ ചോദ്യം, ഈ ഇതിനകത്ത് can say the number of electron, the number of proton and the number of neutron. ഇതില് എത്ര ഇലക്ട്രോൺ ഉണ്ട്, എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ന്യൂട്രോൺ ഉണ്ട് പറയാമോ? അറ്റോമിക് നമ്പർ ആരുടെ നമ്പർ? ഇലക്ട്രോണിന്റെ നമ്പർ അല്ലേ? അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോണിന്റെ അവിടെ എന്തോ എഴുതണം? ഇവിടെ എഴുതിയേക്കുന്നത് തന്നെ എഴുതിയാൽ മതിയല്ലോ. ഞാൻ പ്രോട്ടോൺ അത്രയും തന്നെ പ്രോട്ടോൺ കാണുമല്ലോ. ഇനി ന്യൂട്രോണിന്റെ എണ്ണം എങ്ങനെ പറയും? ന്യൂട്രോണിന്റെ എണ്ണം എങ്ങനെ പറയും? എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ഈ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കൂട്ടിയതാ? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂടിയതാ? പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂടിയത്. അപ്പൊ പ്രോട്ടോണിന്റെ നമ്പർ ഇവിടെ ഉണ്ടല്ലോ. പ്രോട്ടോണിന്റെ നമ്പർ ഉണ്ട്, ന്യൂട്രോണിന്റെ നമ്മൾ അറിയത്തില്ല, എക്സ് എന്ന് എഴുതി. അപ്പൊ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ഇപ്പൊ ന്യൂട്രോണിന്റെ നമ്പർ എത്ര ആയിരിക്കും? 23 - 11 എത്ര കിട്ടും? 11 ഇട്ടാൽ മതി.
അപ്പോൾ മാസ് നമ്പറിൽ നിന്ന് നമ്പർ ഓഫ് ഇലക്ട്രോൺ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടും. അത്രയും പിടി കിട്ടിയോ? അപ്പോൾ ഒരു ആറ്റത്തെ റിപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ കൂട്ടുകാരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളോട് പറയുന്നു, നിങ്ങളൊരു അറ്റോമിക് നമ്പർ 1 തൊട്ട് ഒരു 11 വരെ ഇന്ന് പഠിക്കുക. ഹൈഡ്രജൻ, ഹീലിയം, പിന്നെ അത് കഴിഞ്ഞ് ലിഥിയം, ബെറിലിയം, ബോറോൺ അങ്ങോട്ട് പോകും, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ എന്ന് പറഞ്ഞ റൈറ്റിലോട്ട് അങ്ങോട്ട് പോകും. പിന്നെ സോഡിയം 11 ആണെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് എലിമെന്റ്സ് എങ്കിലും ബൈ ഹാർട്ട് ആക്കാമെന്ന് നോക്കുക. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഇത് ബൈ ഹാർട്ട് ആയിരിക്കും. ഇനി ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞ് മാത്രമായി വീഡിയോ ഇടുന്നത്, അല്ലാതെ ഇതെല്ലാം അറിയാവുന്നവർക്ക് വേണ്ടി അല്ലല്ലോ. അന്നും അറിയാൻ വയ്യാന്ന് പറഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പം പറഞ്ഞ ഇത്രേ ഉള്ളൂ. എളുപ്പമാണ് കെമിസ്ട്രി പഠിക്കാൻ, ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് അടച്ചു വെക്കല്ലേ. പിന്നെ പഠിക്കുന്നതിന് മുന്നിൽ എപ്പോഴും, ജോലി ചെയ്യുന്നതിന് മുന്നിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണമല്ലോ, പഠിക്കണേന്ന് വിചാരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുക. അപ്പൊ ഇപ്പം പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അറ്റോമിക് നമ്പർ എന്ത്, മാസ് നമ്പർ എന്ത്, അറ്റോമിക് നമ്പർ എന്ത്, മാസ് നമ്പർ എന്ത്. ഇനി ഒരു ആറ്റം തന്നാൽ അതിൽ ഇലക്ട്രോണിന്റെ നമ്പറും പ്രോട്ടോണിന്റെ നമ്പറും ന്യൂട്രോണിന്റെ നമ്പറും എഴുതാൻ അറിയാമോ? ഇനി ഞങ്ങൾ അടുത്തൊരു ഐഡിൻ 53-127 ഐഡിൻ സിമ്പിൾ ഐ എന്ന് എഴുതാം. ഐഡിൻ എവിടെ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ 17th ഗ്രൂപ്പിലാണ്. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ, അസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞുള്ളതാണ്. ഐഡിൻ ഐ എന്നാണ് ഇത് സിമ്പിൾ. അതിൻ്റെ താഴെ ഒരു നമ്പർ എഴുതുന്നു, മുകളിൽ ഞാനൊരു നമ്പർ എഴുതുക. ഇതെന്തൊക്കെയാന്ന് വായിക്കാമോ? 53 എന്ന് എഴുതിയ ആന്തവ 53 അറ്റോമിക് നമ്പർ, ഐഡിന്റെ അറ്റോമിക് നമ്പർ. ആ 127 എന്ന് എഴുതിയേക്കുന്ന എന്തുവാ? ഐഡിന്റെ മാസ് നമ്പർ, മാസ് നമ്പർ എഴുതിയേക്കുന്നത്. എന്നാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എത്ര ആയിരിക്കും? വേഗം വേഗം ആൻസർ പറയണം, വേഗം വേഗം ആൻസർ പറയണം. നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്ര? 53. പ്രോട്ടോൺ അത് തന്നെ ആയിരിക്കും, ഒരു മാറ്റം ഇല്ലല്ലോ. ഇനി ന്യൂട്രോണിന്റെ നമ്പർ മൈനസ് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. അപ്പം അറ്റോമിക് നമ്പറും മാസ് നമ്പറും എന്താന്ന് പറഞ്ഞു. ഓരോന്ന് സിമ്പിൾ എലിമെന്റ്സിന്റെ പഠിച്ചിരിക്കണം. കുറെ എലിമെന്റ്സിന്റെ നമ്മൾ എഴുതി ഓരോ ദിവസം കുറച്ച് കുറച്ച് സിമ്പിൾ ബൈ ഹാർട്ട് ആക്കണം. അല്ല, ആരും നമുക്ക് സിമ്പിൾ ഇന്നതാണെന്ന് പറഞ്ഞു തരാനില്ല. അപ്പൊ സിമ്പിൾ ഓരോന്നും വായിച്ചിട്ട് സിമ്പിൾ നമ്മൾ അത് മനസ്സിലാക്കണം. സിമ്പിൾ എഴുതി കഴിഞ്ഞ് നമ്മൾ താഴെ എഴുതുന്ന അറ്റോമിക് നമ്പറും മുകളിൽ എഴുതുന്നത് മാസ് നമ്പറുമാണെന്ന് ഓർത്തോണം. അപ്പം ഒരാറ്റം എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞു. ഒരാറ്റത്തിൽ the fundamental particle present in an atom, electron, proton and neutron. Electron, they are negative charge, proton positive charge and neutron they have no charge. And where these are found, where these particles are found, inside the nucleus proton and neutron, outside the nucleus electrons are found. And coming to atomic number that is equal to number of electron, that is equal to number of proton, and mass number that is equal to number of proton plus number of neutron. ഇനി ഒരു ആറ്റത്തിൽ കാൽസ്യം ആറ്റം, കാൽസ്യത്തിന്റെ സിമ്പിൾ അറിയാമോ? കാൽസ്യത്തിന്റെ സിമ്പിൾ, കാൽസ്യത്തിന്റെ കമ്പോണന്റ് വല്ലതും അറിയാമോ? കാൽസ്യത്തിന്റെ കമ്പോണന്റ് വല്ലതും അറിയാമോ? കാൽസ്യത്തിന്റെ കാർബണേറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ബോർഡിൽ എഴുതുന്ന ചോക്ക് കാൽസ്യം കാർബണേറ്റ്, മുട്ടത്തോട് കാൽസ്യം കാർബണേറ്റ് ആണ്. വീട്ടിലൊക്കെ കാണപ്പെടുന്ന കാൽസ്യത്തിന്റെ കമ്പോണന്റ്. ഇതിന്റെ സിമ്പിള് Ca എന്ന് എഴുതും. Ca എന്ന് എഴുതിയ എന്തോ ഇതിന്റെ സിമ്പിള് കാൽസ്യം. അതിന്റെ അറ്റോമിക് നമ്പർ 20 ഉണ്ട്, ന്യൂട്രോണിന്റെ നമ്പർ 20. അറ്റോമിക് നമ്പർ ഇതിന്റെ തന്നേക്കുന്നു. അറ്റോമിക് നമ്പർ 20, നമ്പർ ഓഫ് ന്യൂട്രോൺ അറ്റോമിക് നമ്പർ 20 ആണ്, ന്യൂട്രോണിന്റെ നമ്പർ 20. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിക്കാണും അല്ലേ? ഇപ്പൊ കാൽസ്യം സിമ്പിൾ ഞാൻ കുറച്ച് ഇന്നത്തെ സിമ്പിളേ പറഞ്ഞുള്ളൂ. Ca എന്ന് എഴുതും. അതിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്,
ന്യൂട്രോണിൻ്റെ നമ്പർ 20. Then how many electron, how many proton, what is the mass number? ഫിൽ ചെയ്യാനുള്ള മാസ് നമ്പർ എത്ര, കംപ്ലീറ്റ് ചെയ്യാൻ മാസ് നമ്പർ എത്ര, പ്രോട്ടോണിൻ്റെ നമ്പർ എത്ര ആയിരിക്കും? കംപ്ലീറ്റ് ചെയ്യാതിരിക്കും അല്ലേ? അറ്റോമിക് നമ്പർ 20 തന്നില്ലേ? 20 തന്നാൽ അത് എന്തിൻ്റെ നമ്പറാ? നമ്പർ ഓഫ് ഇലക്ട്രോണാണ്. ഇലക്ട്രോൺ ആണെങ്കിൽ അത്രയും തന്നെ പ്രോട്ടോൺ കാണും. അപ്പോൾ ഈ 20 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ നമ്പറാണ്. അപ്പോൾ അത്രയും തന്നെ പ്രോട്ടോൺ ഉണ്ട്. എങ്കിൽ ഇനി മാസ് നമ്പർ എഴുതാമല്ലോ. മാസ് നമ്പർ ആരും കൂടെ കൂട്ടണം? ന്യൂട്രോണും പ്രോട്ടോണും കൂടെ കൂട്ടണം. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 40 കിട്ടും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു. ഇത് ബ്ലാങ്ക് തന്നതാണ്. ഇത് രണ്ടും ബ്ലാങ്ക് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കോളം തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം. അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ നമ്പർ എഴുതാൻ പറഞ്ഞാൽ അവിടെ അറ്റോമിക് നമ്പർ തന്നെയായിരിക്കും പ്രോട്ടോണിൻ്റെ നമ്പർ. ന്യൂട്രോണിൻ്റെ നമ്പർ കൂടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. എന്ത് കിട്ടും? മാസ് നമ്പർ കിട്ടും. മനസ്സിലായല്ലോ? അപ്പം കാൽസ്യത്തിൻ്റെ സിമ്പിൾ പറഞ്ഞു Ca. ഹൈഡ്രജന്റെ സിമ്പിൾ H എന്ന് കുറച്ച് പറഞ്ഞുള്ളൂ. ഹൈഡ്രജന്റെ സിമ്പിൾ ആദ്യം തുടങ്ങി H ആണ്. ഹീലിയം He എന്ന് പറഞ്ഞു, ലിഥിയം Li എന്ന് പറഞ്ഞു, സോഡിയം Na എന്ന് പറഞ്ഞു, ബെറിലിയം Be, മഗ്നീഷ്യം Mg, കാൽസ്യം Ca. ബാക്കി കുറച്ച് നിങ്ങളെല്ലാം കൂടെ പറയുമ്പോൾ മനസ്സിൽ നിൽക്കില്ല. സോ എന്താണ് ഈ ഒരു ആറ്റം പഠിച്ചെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ മാത്രമേ തന്നുള്ളൂ. നമുക്ക് ഈ വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്യാം. ബാക്കി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. എല്ലാവർക്കും നന്ദി.